ഇതാണ് മോസസ് ഗിബ്സൺ. യുഎസിലെ മിനസോട്ടയിലുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് 41 വയസ്സുള്ള ഈ കക്ഷി. 5.5 ഇഞ്ചാണ് മോസസിൻ്റെ ഹൈറ്റ്. ഇയാളുടെ പ്രധാന പ്രശ്നവും ഇതുതന്നെയാണ്. ഈ ഒരു പ്രായത്തിൽ പൊക്കം കൂട്ടാൻ വേണ്ടി മോസസ് പല വിദ്യകളും പരീക്ഷിച്ചു. 15-ാം വയസ്സ് മുതൽ പൊക്കമില്ലായ്മ എന്ന ചിന്ത മോസസിനെ അലട്ടിയിരുന്നു. മരുന്നും മന്ത്രവാദവും എല്ലാം പരീക്ഷിച്ചു, പക്ഷെ വിജയിച്ചില്ല. പൊക്കമില്ലാത്തത് കൊണ്ടാണ് തനിക്കൊരു ഗേൾഫ്രണ്ടിനെ കിട്ടാത്തതെന്ന് മോസസ് വിശ്വസിച്ചു. സ്ത്രീകളോട് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം മോസസിനുണ്ടായിരുന്നില്ല. അവസാന മാർഗമായി സർജറി വഴി പൊക്കം കൂട്ടാൻ മോസസ് തീരുമാനിച്ചു. ഇത് ഒരു ചിലവേറിയ സർജറി ആണെന്ന് മോസസ് മനസ്സിലാക്കി. മോസസ് ഗിബ്സൺ ഇപ്പോൾ ഫേമസ് ആയതും ഈ ഒരു കാരണം കൊണ്ടാണ്. $1,70,000 ഈ പൊക്കം കൂട്ടുന്നതിനായുള്ള സർജറിക്കായി ഇയാൾ മുടക്കിയത്. 1,40,00,000 ഇന്ത്യൻ രൂപയാണ് ഇയാൾ ഈ കാലയളവിൽ പൊക്കം കൂട്ടാനായി ചിലവാക്കിയത്. $75,000 ആദ്യത്തെ സർജറിക്കായി വേണമായിരുന്നു. പകൽ സമയങ്ങളിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയും രാത്രികാലങ്ങളിൽ യൂബർ ഡ്രൈവറായി ജോലി നോക്കിയുമാണ് ഈ തുക അദ്ദേഹം സംഘടിപ്പിച്ചത്. ആദ്യത്തെ സർജറി 2016-ലായിരുന്നു. ഈ സർജറി കൊണ്ട് 3 ഇഞ്ച് നീളം കൂടുകയും മോസസിൻ്റെ ഹൈറ്റ് 5.8 ഇഞ്ചാകുകയും ചെയ്തു. 2023 ഏപ്രിലിൽ $98,000 അധികം മുടക്കിയാണ് രണ്ടാമത്തെ സർജറി മോസസ് ചെയ്തത്. ഈ ഒരു സർജറിയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചത്. ഈ രണ്ടാമത്തെ സർജറി കൊണ്ട് 2 ഇഞ്ച് നീളം കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. I was 5'5", so I gained about 3 inches in 2016, and right now I'm at 5'8", and I decided that I was ready for the second time, so that's why we're doing the fibula. 1 week out from surgery, feels pretty good. I can do some walk with the walker, and then I'm doing some PTs, and I'm going to start lengthening today when I get the device, and I'm looking forward to that. Dr. M is really nice. He does take care of you. He's available all the time to speak with you if you have concerns. So that's the main reason why I came back to him for the second time. Okay, do you mind pulling up your shorts a little so you can see the thighs? Oh, amazing, yes. Okay. Now straighten out the leg, this one. Straighten it out if you can. Perfect. Good, now bend it. ഹൈറ്റ് കൂട്ടുന്ന ഈ പ്രോസസ്സിനെ ലിംബ് ലെങ്തനിങ് എന്നാണ് പറയുന്നത്. ഈ ഓപ്പറേഷനിൽ ഒരു ഓർത്തോപീഡിക് സർജൻ കാലിൻ്റെ അപ്പർ ഭാഗത്തെയോ ലോവർ ഭാഗത്തെയോ എല്ല് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കട്ട് ചെയ്ത ബോൺ 2 ഭാഗത്തേക്ക് അകത്തുകയും വേണ്ട ഹൈറ്റ് നേടുകയും ചെയ്യുന്നു. ഈ ഗ്യാപ്പ് പിന്നീട് എല്ലുകൾ വളർന്ന് കൂടിച്ചേരുകയും പഴയ നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു. സർജറിക്ക് ശേഷം എല്ലുകൾ 1/4 mm എന്ന കണക്കിൽ എല്ലാ ദിവസവും അകത്തുന്നു. ഈ സൃഷ്ടിച്ചെടുത്ത ഗ്യാപ്പിൽ പിന്നീട് എല്ലുകൾ, ടിഷ്യൂ മുതലായവ വളരുകയും കാലിനു വേണ്ട എക്സ്ട്രാ നീളം ലഭിക്കുകയും ചെയ്യുന്നു. ഈ ഫോട്ടോയിൽ കാണുന്നത് 3 മാസം കൊണ്ട് ഉണ്ടായ പ്രോഗ്രസ് ആണ്. സാവധാനം പേഷ്യൻറ്റിന് സപ്പോർട്ടില്ലാതെ നടക്കാനുമാകുന്നു. എല്ലുകൾ വളർന്ന് കൂടിച്ചേർന്ന ശേഷം യാതൊരു വേദനയും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഹൈറ്റ് കൂട്ടുന്നതിനായി മാത്രമല്ല ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ ആക്സിഡൻറ്റ് പറ്റുകയോ ബോൺ ടിഷ്യൂ നഷ്ടപ്പെടുകയോ ട്യൂമർ മൂലമോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഈ ഒരു സർജറിക്ക് 2 മുതൽ 3 മണിക്കൂർ വരെ എടുക്കാവുന്നതാണ്. എല്ലുകൾ കൂടിച്ചേരാൻ പിന്നീട് ഒരു 3 മാസമെങ്കിലും എടുക്കും. US, UK എന്നീ രാജ്യങ്ങളിൽ നടക്കുന്നതിനേക്കാൾ 40% വരെ ചിലവ് കുറവാണ് ഇന്ത്യയിൽ ഈ ഓപ്പറേഷൻ. ഈ ഓപ്പറേഷനിൽ റിസ്ക് കുറവാണെന്ന് പറയുന്നുണ്ടെങ്കിലും ബോൺ ഇൻഫെക്ഷൻ, എല്ലുകൾ വളരാതിരിക്കുക, ബ്ലഡ് വെസലുകളുടെ ഡാമേജ് ഇതൊക്കെയാണ് റിസ്കി ആയിട്ടുള്ള ഭാഗങ്ങൾ. മസിൽസ് വളരുന്ന ഈ സമയം പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാലയളവാണ്. ഈ സമയത്ത് മസിൽസ് വളരാൻ സഹായിക്കുന്ന എക്സസൈസ് ചെയ്യേണ്ടതായി വരും. മാസങ്ങളെടുക്കുന്ന ഫിസിയോതെറാപ്പി വഴിയാണ് ഇത് സാധിച്ചെടുക്കുന്നത്. പൊക്കം കൂടുന്നതിനായി അല്പം പണം മുടക്കാൻ തയ്യാറായിട്ടുള്ളവർക്കും കുറച്ച് വേദന സഹിക്കാൻ റെഡിയായിട്ടുള്ളവർക്കും വേണ്ടിയുള്ളതാണ് ഈ ലിംബ് ലെങ്തനിങ് സർജറി.
ഇതുപോലെയുള്ള ടോപ്പിക്കുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.